in their explanation, answer in their explanation poleyaanu താഴെ കൊടുത്തിരിക്കുന്നത്. When a machine possesses the ability to mimic human traits, make decisions, predict the future, learn and improve on its own, it is said to have artificial intelligence. In other words, you can say that a machine is artificial intelligent when it can accomplish tasks by itself, collect data, understand it, analyze it, learn from it and improve it. ഇത് എയുടെ ഡെഫിനിഷന് ചേരുന്ന ഒരു എക്സ്പ്ലനേഷൻ അല്ലേ? ഞാൻ പറയുമ്പോ ഇത് കാണുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ വരുന്നത്, വാട്ട് ഡു യു വാണ്ട് ടു ലേൺ അബൌട്ട് എ? എ is a form of intelligence, a type of technology and a field of study. A theory and development of computer system. Both machines and software are able to perform tasks that normally require human intelligence. Artificial intelligence covers broad range of domains and applications and are expected to impact every field. Overall, its core idea is to build machines and algorithms which are capable of performing computational tasks that would otherwise require human-like brain function. അതാണ് ചുരുക്കത്തിൽ എയെ കുറിച്ച് പറയുന്നത്. പിന്നെ മെഷീൻ ഹ്യൂമൻ ഇന്റലിജൻസ്, ഡേറ്റ പ്ലസ് അൽഗോരിതം ഈസ് ഈക്വൽ ടു എഐ മെഷീൻ. അത് കറക്റ്റ് ആണ്. ഡേറ്റ പ്ലസ് അൽഗോരിതം ആണ് എഐ മെഷീൻ എന്ന് പറയുന്നത്. How do you think AI can help you as you go about your daily life? അത് എംറ്റി കൊടുത്തിരിക്കാൻ നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണെന്ന് തോന്നുന്നു. ഞാൻ ഈ ഗെയിം ടൈം ഞാൻ നോക്കിയില്ല. ഞാൻ ഗെയിം ടൈം നോക്കിയിട്ട് ഇത് എന്താ ഗെയിം എന്നുള്ളത് പിന്നീട് പറയാം. ഇപ്പൊ അത് വായിച്ചിട്ട് പിടികിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതും ആ ഗെയിമിന്റെ കാര്യം പറഞ്ഞിരിക്കും. ഗെയിം പറയാം. ഈ ഗെയിമിൽ കമ്പ്യൂട്ടർ വിഷനും NLPയും ഡേറ്റ സയൻസും ഒക്കെ വരുന്നുണ്ട്. ഞാൻ ഗെയിം സെപ്പറേറ്റ് ആയിട്ട് നോക്കിയിട്ട് അത് എന്താന്ന് പറയാം. ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡേറ്റ വി ക്യാൻ ഡിവൈഡ് എ ഇൻ ടു ഡിഫറെന്റ് ഡൊമൈൻ. ഒന്ന് കമ്പ്യൂട്ടർ വിഷന്റെ ഡൊമൈൻ, വീഡിയോസ് ആൻഡ് ഇമേജസ് എനേബിളിംഗ് മെഷീൻസ് ടു ഇന്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വിഷ്വൽ ഇൻഫർമേഷൻ. അത് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞൊരു ഡൊമൈൻ. NLP എന്ന് പറയുന്നത് textual data enabling machine to comprehend, generate, manipulate human language. Comprehend എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ? നമ്മള് മൊത്തത്തില് മനസ്സിലാക്കുക, സമഗ്രമായി മനസ്സിലാക്കുക. ഈ വേർഡ് ബൈ വേർഡ് മീനിങ്ങോ സെന്റൻസ് ബൈ സെന്റൻസ് മീനിങ്ങോ അല്ല, മൊത്തത്തില് നമ്മള് ആ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മനസ്സിലാക്കും. ആ സമഗ്രമായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് കോംപ്രിഹെൻഡ് എന്ന് പറയുന്നത്. കോംപ്രിഹെൻഷൻ. നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഒരു 2-3 പാരഗ്രാഫ് തന്നിട്ട് അത് ചുരുക്കാൻ പറയും, അല്ലെങ്കിൽ അതിൽ നിന്ന് ബേസ് ചെയ്ത് 8-10 ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ ഒരു പരിപാടി ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുണ്ടല്ലേ സ്കൂളില്. അതിന് പറയുന്ന കോംപ്രിഹെൻഷൻ എന്നാ. ആ സംഭവത്തിന്റെ പേര് കോംപ്രിഹെൻഷൻ. ഓക്കെ. അപ്പോ കമ്പ്യൂട്ടർ വിഷൻ, NLP, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, അതിന് ന്യൂമറിക്കൽ ടാബുലർ ഡേറ്റ വന്നു. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം. ഒന്ന് സം ആപ്ലിക്കേഷൻ, ഫേസ് ലോക്ക് ഇൻ സ്മാർട്ട് ഫോൺ. ഇത് ഒരുപക്ഷെ നമുക്ക് പരിചയമുള്ള ഒരു സംഭവമായിരിക്കണം. സ്മാർട്ട് ഫോൺസ് nowadays come with a feature of face locks in which a smartphone's owner can set up his or her face as an unlocking mechanism for it. The front camera detect and capture the face and save its feature during initiation. Next time onwards, ഇത് നമുക്ക് പരിചയമുണ്ടല്ലേ? അതൊരു ആപ്ലിക്കേഷൻ. പിന്നെ സ്മാർട്ട് അസിസ്റ്റൻസ് ലൈക്ക് ആപ്പിൾ സിരി, Amazon's Alexa recognize patterns in speech, then infer meaning and provide useful response. അപ്പൊ ചില അസിസ്റ്റൻസിനെ പ്രൊവൈഡ് ചെയ്യുക, അത് ഒരു ആപ്ലിക്കേഷൻ.
പിന്നെ ഫ്രോഡ് ആൻഡ് റിസ്ക് ഡിറ്റക്ഷൻ. ഫിനാൻസ് കമ്പനീസ് വെയർ ഫെഡ് വിത്ത് ബാഡ് ഡെപ്റ്റ്സ് ആൻഡ് ലോസസ് എവരി ഇയർ. ഈ ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറഞ്ഞ വാക്കറിയോ? അതിന് മീനിങ് അറിയോ? കിട്ടാക്കടം എന്നാണ്. കിട്ടാക്കടം, അതായത് അവർ പൈസ കൊടുത്തു പക്ഷെ കിട്ടില്ല. ലോൺ കൊടുത്തായിരിക്കും, പിന്നെ ആളിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ എത്തുന്ന പൈസക്ക് പറയുന്ന ബാഡ് ഡെപ്റ്റ് എന്ന്, ഒരു കൊമേഴ്സ്യൽ ടേമാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുക. However, they had a lot of data which used to get collected during the initial paperwork while sanctioning loan. അപ്പോ ആ ബാഡ് ഡെപ്റ്റ്സ് കുറയ്ക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവർ ലോൺ കൊടുക്കുമ്പോൾ എല്ലാം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്. അവർക്കറിയാം ഇതിന്റെ ഒരു 5-10% അല്ലെങ്കിൽ അത് കൂടുതൽ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ അവർക്കറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാ ഇവര്. They decided to bring in data scientists to rescue them from losses. Over the years, banking companies learned to divide and conquer data via customer profiling, past expenditure, and other essential variables to analyze the probabilities of risk and default. അപ്പോ ചില ഡേറ്റ അനാലിസിസ് എല്ലാം വെച്ചിട്ട് അയാളുടെ സ്വഭാവം, അയാളുടെ പഴയ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ, അയാളുടെ പ്രൊഫൈൽ എങ്ങനെയാ, അതൊക്കെ വെച്ചിട്ട് റിസ്ക് കുറച്ചുകൊണ്ട് വരിക. അതായത് ലോൺ കൊടുക്കുന്ന മിക്കവാറും ഉള്ള പൈസയും കിട്ടും തിരിച്ച്. ആ രീതിയിൽ ലോൺ കൊടുക്കുക. അതിന് സഹായിക്കുന്ന AI ടൂൾസ്. It also helped them to push their banking products based on customers' purchasing power. ഇത് പർച്ചേസിംഗ് പവറും കൂട്ടും. പർച്ചേസിംഗ് പവർ കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ഹൈടെക് TV വാങ്ങണം, ലാപ്ടോപ്പ് വാങ്ങണം, പക്ഷെ പൈസ ഇല്ല. പക്ഷെ അവിടെ പർച്ചേസിംഗ് പവർ പുഷ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉടനെ ബാങ്കുകാർ ഇടപെട്ടിട്ട് പറയും ഞങ്ങൾ ലോൺ തരാം. അപ്പൊ നമ്മളത് പർച്ചേസ് ചെയ്യാൻ നിർബന്ധിക്കണം. അവിടെ നമ്മുടെ പർച്ചേസിംഗ് പവറിനെ ബൂസ്റ്റ് ചെയ്യാണ് ആ കടം കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് അവർ പറയുന്നത്. പിന്നെ മെഡിക്കൽ ഇമേജ്. അപ്പം ആ AI ടൂൾസ് എല്ലാം വെച്ചിട്ട് പർച്ചേസിംഗ് പവർ ഒക്കെ വേണേൽ കൂട്ടാം. അതാണ് അവിടെ മുകളിൽ പറഞ്ഞു. മെഡിക്കൽ ഇമേജിംഗ്. ഫോർ ദ ലാസ്റ്റ് ഡെക്കേഡ്സ് കമ്പ്യൂട്ടർ സപ്പോർട്ടഡ് മെഡിക്കൽ ഇമേജിംഗ് application that has been trustworthy for physicians. It does not only create and analyze images, but also become an assistant and help doctors with their interpretation. അങ്ങനെയൊക്കെ സഹായിക്കാൻ തുടങ്ങി. Application is used to read and convert 2D scan image. അതിനെ ഇന്ററാക്റ്റീവ് 3D മോഡൽസ് ആക്കി മാറ്റാൻ ഇന്ന് മെഡിക്കൽ ഇമേജിങ്ങിന് കഴിയും. നമ്മൾ പടമൊക്കെ എടുക്കുമ്പോൾ 2D ആണല്ലേ, ഈ MRI സ്കാൻ റിപ്പോർട്ടും എക്സ്റേ ഒക്കെ. അത് 3D ആക്കുകയാണ്. ഇന്ററാക്റ്റീവ് 3D മോഡൽസ് that enable medical professionals to gain a detailed understanding of patient's health condition. അപ്പോൾ അങ്ങനെയുള്ള AI ഫീൽഡൊക്കെ വരാൻ തുടങ്ങി. To understand how 3 AI domains are interrelated, നമ്മൾ നേരത്തെ 3 ഡൊമൈൻ പറഞ്ഞു. NLP പറഞ്ഞു, കമ്പ്യൂട്ടർ വിഷൻ പറഞ്ഞു, അല്ലെ, ഡേറ്റ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ്, കമ്പ്യൂട്ടർ വിഷൻ ആൻഡ് ഡേറ്റ. അത് ശരിക്കും ഡിസ്റ്റിങ്ക്ട് ആണ്, പക്ഷെ കണക്റ്റഡ് ആണ്. They together constitute the concept of artificial intelligence. Take 3 different color strands and work them into a braid. See how long your braid can become within 30 seconds. Ready, go. ഇത് ഈ പറഞ്ഞതിന്റെ ഒരു പടമാണ് ഇതെന്ന് തോന്നുന്നു. They all together constitute the concept called artificial intelligence. ആ 3 നാരുകള്, 3 ചരടുകൾ എടുത്തു, അതൊരുമിച്ച് കെട്ടി. How long your braid can become within 30 seconds. Ready to go. To understand AI, we draw an analogy from 3 strands in a braid. ആ 3 ചരടുകളെ കുറിച്ച് പറയുക.
One is the data strand, second is the natural language processing, and the third is computer vision. They all together constitute the concept called artificial intelligence. അപ്പൊ ഇവിടെ നമ്മളോട് പറയുന്നത് NLPയും ഡേറ്റയും കമ്പ്യൂട്ടർ വിഷനും കൂടെ ചേരുമ്പോഴാണ് AI ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്ലനേഷനാണ് പറയുന്നത്. ഇത് ഇന്ത്യലിന്റെ ബുക്കാണ്. യെസ്. Which one of the following is an application of AI? Remote controlled drone, self-driving car, self-service kiosk, self-watering plant system. എൻ്റെ കയ്യിൽ ഉത്തരവില്ല. എന്താണ്? സെൽഫ്-ഡ്രൈവിംഗ് കാർ. ഈ സെൽഫ് സർവീസ് കിയോസ്ക് അതിനകത്ത് AI വേണമെന്നില്ല അല്ലെ? സെൽഫ് വാട്ടറിംഗ് പ്ലാന്റ് സിസ്റ്റത്തിനും റിമോട്ട് കൺട്രോൾഡ് ഡ്രോണിനും. ഓക്കെ, അപ്പൊ സെൽഫ് ഡ്രൈവിംഗ് കാർ. This language is easy to learn and is one of the most popular language for AI today. എന്താണ് സംഭവം? This field is enabling computers to identify and process images as humans do. Computer vision. Face recognition, model view controller, eye in hand system. ഈ മോഡൽ വ്യൂ കൺട്രോളർ വേറെ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? മോഡൽ വ്യൂ കൺട്രോളർ ഇത് വെബ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. അതില് റിയാക്ട് എന്തോ മോഡൽ വ്യൂ കൺട്രോളറുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഓക്കെ, വാട്ട് ഡസ് NLP സ്റ്റാൻഡ് ഫോർ ആൻ AI? നമുക്കറിയാം അല്ലേ? നാച്ചുറൽ ലാംഗ്വേജ്. Which of the following is not a domain of artificial intelligence? Data management system. അപ്പോൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് DMS അല്ലെങ്കിൽ DBMS AI ഭാഗമല്ല. How excited are you about AI curriculum? AI കരിക്കുലം ആകുമ്പോൾ നമുക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അല്ലേ? How can AI used as a tool to transform the world into a better place? നമ്മളോട് ചോദിക്കുന്നതാണ്, ഈ ലോകം നമ്മൾക്ക് എങ്ങനെ ഒരു നല്ല സ്ഥലമാക്കി മാറ്റാം. Can you list down a few applications in your smartphone that widely make use of computer vision? എന്തെങ്കിലും പറയാൻ പറ്റുമോ? Face recognition. ഏതാ? Face recognition. എനിക്ക് തിരിയുന്നില്ല പറയുന്നത്. Face recognition. അയ്യോ, ആ ചാറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. Face recognition. Face definition. Face recognition. Face recognition. അത് ഓക്കെ ഫൈൻ, നമ്മളിപ്പോ പറഞ്ഞേ ഉള്ളൂ അല്ലേ? Draw out the difference between 3 domain of AI with respect to the types of data they use. Image recognition, computer vision, NLP, data. അതിന്റെ ഡിഫറൻസ് ചോദിക്കുന്നത്. ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ആൻഡ് ഡൊമൈൻ ഓഫ് AI യൂസ്ഡ് ഇൻ ദം. നമുക്കറിയാലേ? അറിയാം. പിന്നെ സെപ്പറേറ്റ് ദ ഫോളോയിങ് ഏരിയ based on kinds of domain widely used in them: crop productivity, traffic regulation, maps and navigation, text editors and autocorrect, identify and predicting disease. ഇപ്പോ ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ആൻഡ് ഓട്ടോ കറക്റ്റ് സ്പെൽ ചെക്കർ പോലെയുള്ളതാ അല്ലെ? ഈ മാപ്പ് ആൻഡ് നാവിഗേഷൻ ഗൂഗിൾ മാപ്പ് ആണ്. അതല്ലല്ലോ. സെപ്പറേറ്റ് ദ ഫോളോയിങ് ഏരിയാസ് ബേസ്ഡ് ഓൺ ദ കൈൻഡ്സ് ഓഫ് ഡൊമൈൻ വൈഡ്. അല്ല, മോളിൽ കുറെ ഇമേജസ് ഇല്ലേ? ഉണ്ടോ ഈ ഒരു ഇമേജുള്ളൂ? ഓക്കെ, അത് ABC. അത് കുറെ കോളം കിട്ടുന്ന ABC. എന്റെ കയ്യിൽ ഇങ്ങനെ തന്നെ ഉള്ളത്. ഞാനും കാണുന്നത്
ഋതുവിൽ കാണുന്ന പോലെ തന്നെയാ. ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സി പറഞ്ഞത് ടെക്സ്റ്റ് എഡിറ്ററിന്റെ ഓട്ടോ കറക്റ്റ്. ഓക്കെ. പിന്നെ ആ കാറിന്റെ ട്രാഫിക് റെഗുലേഷനും മാപ്പ് ആൻഡ് നാവിഗേഷൻ ആയിട്ട്. ഓക്കെ, എനിക്കും അത് ആ പിക്ചറുകൾ ക്ലിയർ അല്ല. ഓക്കെ. ആഫ്റ്റർ ദ പാൻഡമിക് it has been essential for everyone to wear a mask. However, you see many people not wearing masks when in public place. Which domain of AI can be used to build a system to detect people not wearing masks? Computer Face recognition? Computer. Search for an online game that recognize the image drawn by you. Write down the observations including a domain used by it. അങ്ങനെയുള്ള ഓൺലൈൻ ഗെയിം ഉണ്ടോ? ഒന്ന് നോക്കുവോ ഇപ്പൊ തന്നെ? അതായത് നമ്മൾ വരയ്ക്കുന്ന പടം റെക്കഗ്നൈസ് ചെയ്യുന്ന ഓൺലൈൻ ഗെയിം ഒന്ന് നോക്കാൻ പറ്റുമോ? ഒന്ന് നോക്കിക്കേ. കിട്ടിയാ? ഈ ക്വസ്റ്റ്യൻ തന്നെ പേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പേസ്റ്റ് ചെയ്ത് തരാം. അത് വെച്ച് തന്നെ സെർച്ച് ചെയ്യും. ഞാനിവിടെ ചാറ്റില് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടില്ല? അത് അങ്ങനെ അത് തന്നെ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്തേ. അത് നമ്മുടെ ഇമേജ് നമ്മൾ കൊടുക്കുന്ന ഇമേജ് റെക്കഗ്നൈസ് ചെയ്യും അല്ലേ? ഓക്കെ. എന്നിട്ട് അതിന്റെ ഒബ്സർവേഷൻസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ടീം വർക്കാണ്. പെയർ യുവർ സെൽഫ് അപ്പ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ് ടു കം അപ്പ് വിത്ത് ദ ഡയലോഗ്സ്. 1 out of 2 will act like a chatbot, answering stress-related queries during exams, and other can ask the question. For example, you can ask ways to remain optimistic during exams, and your friend acting as the chatbot may respond with answers like meditating, strolling through a park, etc. വലിയ റെലവൻസ് ഇല്ല, നമ്മൾ വിട്ടു. ഓക്കെ. എക്സാമില് സ്ട്രെസ് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള നമ്മുടെ സബ്ജക്റ്റിനോട് വലിയ ബന്ധമില്ല, അത് വിട്ടു. AI project cycle. Students will learn about AI project cycle and get familiar. Student will know how they can get started on an AI project. അപ്പോൾ problem scoping, data acquisition, data exploration, modeling, evaluation, deployment. അപ്പോൾ ഒരു AI പ്രോജക്റ്റ് സൈക്കിൾ ഇതാ. നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളൊക്കെ പഠിച്ചിട്ടില്ല. SDLC, റിക്വയർമെന്റ് കളക്ട് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇല്ലേ? മെയിൻ്റെനൻസ്,
അത് SDLC ആണ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ഇവിടെ AI പ്രോജക്ട് ലൈഫ് സൈക്കിൾ ആണ് പ്രോബ്ലം സ്കോപ്പിംഗ്, പിന്നെ ഡാറ്റ അക്വിസിഷൻ, ഡാറ്റ എക്സ്പ്ലോറേഷൻ, മോഡലിംഗ്, ഇവാലുവേഷൻ, ഡിപ്ലോയ്മെന്റ്. ഇതേ ഇതെന്റെ എല്ലാത്തിന്റെ ഒരു 1 ലൈൻ എക്സ്പ്ലനേഷൻ. ഒന്ന് പേസ്റ്റ് ചെയ്യുക. പ്രോബ്ലം സ്കോപ്പിംഗ് ഒറ്റ ലൈൻ, ഡാറ്റ അക്വിസിഷൻ ഒറ്റ ലൈൻ. ഒന്ന് പേസ്റ്റ് ചെയ്യുക ചാറ്റിൽ. ഒരൊറ്റ ലൈൻ എല്ലാത്തിന്റെ. പ്രോബ്ലം സ്കോപ്പിംഗിൽ എന്താ ചെയ്യുന്നത്, ഡാറ്റ അക്വിസിഷനിൽ എന്താ ചെയ്യുന്നത്, ഡാറ്റ എക്സ്പ്ലോറേഷനിൽ എന്താ ചെയ്യുന്നത്, മോഡലിംഗിൽ എന്താ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ AI പ്രോജക്ട് ലൈഫ് സൈക്കിൾ ഇങ്ങനെ. ഇതില് ഡിപ്ലോയ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലും ഉണ്ട്, ഇവിടെയുണ്ട്. റിക്വയർമെന്റ് അനാലിസിസിനെ നമുക്ക് പ്രോബ്ലം സ്കോപ്പിംഗ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇവാലുവേഷനെ ടെസ്റ്റിംഗ് പോലെ ഒന്നായിട്ട് പറയാം. പേസ്റ്റ് ചെയ്യുന്നുണ്ടോ? പ്രോബ്ലം സ്കോപ്പിംഗ് 1 ലൈൻ എക്സ്പ്ലനേഷൻ, ഡാറ്റ അക്വിസിഷൻ 1 ലൈൻ എക്സ്പ്ലനേഷൻ, ഡാറ്റ എക്സ്പ്ലോറേഷൻ is the first and one of the most critical stage of the AI project life cycle. It involves clearly defining the problem to be solved and establishing objectives. Okay, requirement analysis പോലെ തന്നെ. അടുത്ത രണ്ടാമത്തെ ഡാറ്റ അക്വിസിഷൻ. Data acquisition. It is the second stage of AI project life cycle. It involves gathering, collecting, and organizing data to build and train AI models. High quality data is crucial. അവിടെ ഗ്യാദർ ചെയ്യാണ് ഡേറ്റ. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ എടുക്കുക ചെയ്യും. ഡാറ്റ എക്സ്പ്ലോറേഷൻ, ഡാറ്റ എക്സ്പ്ലോറേഷൻ. It's a third stage of AI project life cycle. It involves analyzing and understanding the data to uncover patterns, relationship and insight. ചില പാറ്റേണുകൾ മനസ്സിലാക്കുന്നു, ബന്ധം മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റ് കിട്ടുന്നു. അവിടെയാണ് പ്രീ പ്രോസസ്സിംഗ് ആൻഡ് മോഡൽ ബിൽഡിംഗ് അല്ലേ? ഇനി മോഡലിംഗ് എന്ന് പറഞ്ഞേ. മോഡലിംഗ് is the fourth stage in the project life cycle. Our deep learning models are developed, trained and evaluated to solve the defined problem. ആ മോഡൽ ഡെവലപ്പ് ചെയ്തു, ട്രെയിൻ ചെയ്തു, ഇവാലുവേഷൻ നടന്നു. കുറെ അധികം കാര്യങ്ങൾ മോഡലിംഗിൽ നടക്കുന്നുണ്ട് അല്ലേ? applying algorithm techniques. Evaluation means evaluation deployment ഒന്ന് നോക്കിക്കേ. It involves assessing the performance of AI model, meet the project goals, provide ഒരെണ്ണം കൂടെ deployment. Is a final stage in the AI project. It involves integrating AI model into
a production environment where it can deliver real world value by providing prediction, insight or automation. ഇവിടെ ഒരു കഥയിൽ കൂടെ എങ്ങാണ്ട് അവർ പറയാൻ പോവുകയാണ്. ഒരു പക്ഷേ കഥയായതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. നമുക്ക് ഈ കഥയിൽ നിന്ന് വായിച്ചു നോക്കാം. Pest infestation damages crops. അപ്പോ അതാണ് കഥ, അതാണ് അവരുടെ പ്രോബ്ലം. ആ പെസ്റ്റ് ഡാമേജ് ക്രോപ്സിനെ ക്രോപ്സിന് ഡാമേജ് ആക്കും. Cotton industry in India consists of 6 million local farmers. Cotton crops frequently get infected with pink bollworm. ഒരു പിങ്ക് കളറിലുള്ള ഒരു ചെറിയ വര എന്നൊക്കെ പറയുന്ന ഒരു സംഭവം. It is difficult to see these insects with the naked eye. നമ്മുടെ കണ്ണി കാണാൻ കഴിയില്ല. Small farmers find it very difficult to get rid of these insects. They do not have advanced tools and techniques to protect their plants from അപ്പോൾ ഒരു സിറ്റുവേഷൻ നമ്മളോട് പറഞ്ഞു. ഇത് നമ്മളോട് ചോദിക്കുകയാണ്, ഇത് AI വെച്ച് പരിഹരിക്കാൻ പറ്റുമോ? അതിന്റെ വീഡിയോ, യൂട്യൂബ് വീഡിയോ ഉണ്ട്. Ask students about possible solution to this problem before moving ahead. Now that you are aware of AI concepts, plan to use them in accomplishing your task. Start with listing down all factors which you need to consider save cotton crop. അപ്പോ ആ ലിങ്ക് ഈ വീഡിയോ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ പോസ്റ്റ് ആയ അത് നോട്ട് റെസ്പോണ്ടിങ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ ലിങ്ക്, ഇതിന്റെ ഓഡിയോ കേൾക്കുന്നുണ്ടോ? ഓഡിയോ കേൾക്കുന്നുണ്ടായിരുന്നോ? ഇല്ല ഓഡിയോ കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇപ്പൊ കാണാമല്ലോ അല്ലേ? ലോഡായിട്ടില്ല. ഓക്കെ, കാണാം. ഞാൻ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കണ്ടല്ലോ വാട്സപ്പിൽ. അല്ല സോറി, ചാറ്റില് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ ലിങ്ക് വന്നിട്ടില്ല. ലിങ്ക് വന്നില്ലേ? ഇല്ല, നെറ്റ് സ്ലോ ആണെന്ന് അറിയില്ല. ഓക്കെ 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 ഓക്കെ, ഞാനത് ഇപ്പൊ വന്നില്ലേ? ഇപ്പൊ വന്നു. അപ്പൊ എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് താഴെയുള്ളത്. While finalizing the aim of this system, you scope the problem which you wish to solve with the help. നമ്മൾ പ്രോബ്ലം സ്കോപ്പിംഗ് ആണ് പറയുന്നത്. Interact with the farmers, you get to know different types of worms affecting the cotton crop. You will collect the following data: the image of the pest, farmer's name, village names, farm size, pesticide usage.
ഉം. അതിൽ ഇമേജ് ഓഫ് ദി പെസ്റ്റ് ആണ് അല്ലേ? ഉം. As you start collecting the images, names of village, farmers and other details, you actually എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. പെസ്റ്റിന്റെ ഇമേജ്, ഫാർമറിന്റെ പേര്, വില്ലേജിന്റെ പേര്, ഫാമിന്റെ സൈസ്, പെസ്റ്റിസൈഡ് എത്രത്തോളം യൂസ് ചെയ്തു, ഇതെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്. This data now become the base of your pest management. Note that data needs to be accurate and reliable as it ensures the efficiency of your system. This is known as data acquisition. Okay. അപ്പോൾ നമ്മൾ പെസ്റ്റ് കൺട്രോളിൽ AI എങ്ങനെ ഉപയോഗിക്കുന്നു അതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തു അല്ലേ? You realize that it is not uniform. Some images are small in size while others are big. അത് പലപ്പോഴും അങ്ങനെ ഉണ്ടാകാം അല്ലെ? Some images and other images are missing while you have multiple copies of others. So we clean the data, try to make it uniform and fill in the missing data to make it more understandable. By exploring data, researchers can identify patterns and trends related to pink bollworm infestations, pesticide usage, crop yields, and other relevant. അപ്പൊ ചിലത് ഒത്തിരി ഉണ്ട്, ചിലത് ആവശ്യമുള്ളതില്ല. എന്തായാലും നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് ഒരു പാറ്റേൺ കണ്ടുപിടിക്കും അല്ലേ? ഹലോ? At this stage, you try to interpret some useful information out of the data you have acquired. For this, you explore the data and try to put it uniformly for better understanding. ഇതാണ്. അപ്പൊ അവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്യും. അതിനെ പറയുന്നതാണ് ഡേറ്റ എക്സ്പ്ലോറേഷൻ. ആ ഡേറ്റ ക്ലീനിങ് എല്ലാം ചെയ്ത് ആവശ്യമുള്ള എടുത്ത് ആവശ്യമില്ലാത്ത കളഞ്ഞു, സൈസ് ചെയ്യാൻ പറ്റുന്ന സൈസ് ചെയ്തു, അങ്ങനെയെല്ലാം നമ്മൾ ഡേറ്റ എക്സ്പ്ലോർ ചെയ്ത് എടുത്തു. After exploring the data, now you know that you need to develop an AI-enabled app. അപ്പോൾ ഒരു ആപ്പ് ഉണ്ടാക്കണം, using which the farmers will click the picture of the collected pest using the phone camera. അപ്പോൾ ഫാർമർ ആ click the picture of the collected pest, ആ കീടത്തിന്റെ പടം എടുത്തു, ആ ജീവിയുടെ. app then decides whether the image is valid. അത് ചെക്ക് ചെയ്ത് നോക്കും, അത് ശരിക്കും അത് കീടമാണോ പെസ്റ്റ് ആണോ എന്ന് നോക്കും. Based on the number of pests recognized by system and notes laid out by entomologists, recommendations are displayed. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കാണിക്കും. അപ്പോൾ ഓരോ പെസ്റ്റിനും ഓരോ ടൈപ്പിലുള്ള ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ആയിരിക്കും കൊടുക്കാൻ പോകുന്നത്. എല്ലാത്തിനും കൂടെ ഒരു ഭയങ്കര വലിയ അളവില് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് തളിച്ചു കഴിഞ്ഞാൽ അത് ആ ക്രോപ്പും കളയും, അവിടെയുള്ള ആൾക്കാർക്കും കുഴപ്പമാവും. ഈ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തമൊക്കെ അങ്ങനെ ഉണ്ടായതാണ്. അത് വലിയ അളവില് ആ പെസ്റ്റിസൈഡ്സ് തളിച്ചതാണ്. അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ ബാധിച്ചു. അപ്പൊ അത് വളരെ കൺട്രോൾഡ് ആയിട്ട് വേണം. അത് കൺട്രോൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ആ ക്രോപ്പും മോശമാവും, അവിടെയുള്ള ആൾക്കാരെയും ബാധിക്കും. അത് ചിലപ്പോ ജനറേഷൻസോളം ബാധിക്കും, അവർക്കുണ്ടാകുന്ന കുട്ടികൾ. അങ്ങനെയൊക്കെയുള്ള ചില ഉദാഹരണങ്ങൾ നമ്മളുടെ അടുത്ത് തന്നെ കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തം ബാധിച്ചവരുണ്ട്. അവർക്കുണ്ടായ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ പറഞ്ഞു. അത് കണ്ടിട്ടില്ലേ? പത്രങ്ങളിലൊക്കെ വാർത്ത കണ്ടിട്ടില്ലേ? ഇത് വളരെ പഴയ സംഭവം. പക്ഷെ ആ ദുരന്തം അനുഭവിക്കുന്നവർ ഇന്നും ഉണ്ട്. ഈ നമ്മള് ഈ കാഷ്യൂനട്ടിന്റെ പ്ലാന്റേഷന് എന്റെ അറിവ് ഇങ്ങനെയാ, എന്റെ ഓർമ്മ എങ്ങനെയാ, അവര് ഈ ഹെലികോപ്റ്ററെല്ലാം വെച്ചിട്ട് എന്തോ പെസ്റ്റിസൈഡ് തളിച്ചതാ. അങ്ങനെ എന്തോ ആണ് ആ ഇൻസിഡന്റ്. ഓക്കെ. After exploring the data, now you know that you need to develop AI-enabled app using with the farmers will pick the
click the picture of the collected pest during the phone using the phone camera. The AI app then decide whether the image is valid based on the number of pests recognized by the system and the rules laid out by entomologist. Recommendations are displayed. അപ്പോ അത് റെക്കഗ്നൈസ് ചെയ്യും. ആ പെസ്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർ അവരായിരിക്കണം ഈ എൻഡമോളജിസ്റ്റുകൾ. അവര് പറഞ്ഞിരിക്കുന്നത് ഇന്നതാണ് ജീവിയെങ്കിൽ അതിന്റെ എഫക്ട് ഇന്നതാണ്, അങ്ങനെയുള്ള അതിന് ഇന്ന പെസ്റ്റിസൈഡ് തളിക്കണം, ഇത്ര അളവിലെ തളിക്കാവുള്ളൂ, അത് കൂടാനും കുറയാനും ഒന്നും പാടില്ല, അത് ഭയങ്കര മാരകമായ വിഷമാണ്. അപ്പൊ ആ റെക്കമെൻഡേഷൻസ് വേണം നമുക്ക്. To implement your idea, you now look at different AI-enabled algorithm. അപ്പോ ഇതാണ് നമ്മുടെ ആവശ്യം നമ്മുടെ ആപ്പ് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് വേണ്ട അൽഗോരിതംസ് നമ്മൾ വിച്ച് വർക്ക് ഓൺ കമ്പ്യൂട്ടർ വിഷൻ. നമുക്ക് കമ്പ്യൂട്ടർ വിഷൻ ആവശ്യമുണ്ട്. എന്താന്ന് വെച്ചാൽ എടുക്കുന്ന പടം ഇന്റർപ്രറ്റ് ചെയ്ത് തരണം അല്ലെ, ഏത് പെസ്റ്റ് ആണെന്ന് അറിയാൻ, ഏത് ജീവിയാണ് എന്നറിയാൻ നമുക്ക് ഒരു കമ്പ്യൂട്ടർ വിഷൻ വേണം, അതിനു വേണ്ട ഒരു അൽഗോരിതം വേണം. You go through the several models and select